നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ നീക്കങ്ങൾ നിർണായകമാണ്. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നാലെ അൻവർ ഇടഞ്ഞു നിൽക്കുന്നു. UDFന്റെ അനുനയ നീക്കത്തിനിടെ തൃണമൂൽ കോൺഗ്രസിന്റെ യോഗം അൻവറിന്റെ വീട്ടിൽ ചേരുകയാണ്. അഷ്കർ അലി കരിമ്പയുടെ കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി കരിമ്പ, നിർണായകമായ തീരുമാനത്തിലേക്ക് PV അൻവർ എത്താനുള്ള സാധ്യതയുണ്ടോ? അതായത് ഒറ്റയ്ക്ക് മത്സരിക്കുക, 2 ദിവസമാണ് PV അൻവർ എടുക്കുമെന്ന് പറഞ്ഞത്. ആ 2 ദിവസത്തെ സാവകാശത്തിന് ശേഷം PV അൻവർ UDFിലേക്ക് എത്തുമോ, ഒറ്റയ്ക്കൊരു സ്ഥാനാർത്ഥിയായി എത്തും? അരുൺ, അതിലുള്ള അന്തിമ തീരുമാനം വെള്ളിയാഴ്ച മഞ്ചേരിയിൽ വെച്ചാണ് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കുന്നത്, സംസ്ഥാന വർക്കിംഗ് സമിതി യോഗം നടക്കുന്നത്. അതിലായിരിക്കും അതിൽ അന്തിമ തീരുമാനമെടുക്കുക. പക്ഷേ അതിൽ ഏറ്റവും നിർണായകമാകുന്ന ഒരു യോഗം തന്നെയാണ് ഇപ്പോൾ നിലമ്പൂർ തൃണമൂൽ കോൺഗ്രസിന്റെ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി നേതാക്കളുടെ ഒരു യോഗം ഇപ്പോൾ PV അൻവറിന്റെ എടവണ്ണ ഉദായുള്ള വീട്ടിൽ വെച്ച് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട മണ്ഡലത്തിലുള്ള നേതാക്കളുടെയൊക്കെ ഒരു നിലപാട് ഇന്ന് തീരുമാനിക്കും. എന്തായാലും അന്തിമ തീരുമാനം സംസ്ഥാന സമിതി യോഗത്തിന് ശേഷമായിരിക്കും. പക്ഷേ രാഷ്ട്രീയമായി നമുക്ക് പറയാൻ കഴിയുന്നത് അതിൽ ഏറ്റവും ഒരു PV അൻവർ നിലപാട് രൂപീകരണത്തിലേക്ക് വഴിവെക്കുക. പക്ഷേ ഇന്ന് PK കുഞ്ഞാലിക്കുട്ടിയുമായും PMS സലാമുമായും പാണക്കാട് കാരത്തോടുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ വസതിയിൽ വെച്ച് നടക്കുന്ന യോഗത്തിലായിരിക്കും. കാരണം UDFന്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ PV അൻവറുമായുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ അടഞ്ഞു നിൽക്കുന്ന അൻവറിനെ മയപ്പെടുത്താനുള്ള അനുനയ നീക്കത്തിൻ്റെ ഭാഗമായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച മുസ്ലിം ലീഗുമായുള്ള കൂടിക്കാഴ്ച തന്നെയാണ്. കാരണം UDF നേതാക്കളുമായി, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളുമായി PV അൻവർ ഇടഞ്ഞു നിൽക്കുമ്പോൾ പോലും മുസ്ലിം ലീഗ് നേതാക്കളുമായി ഒരു സമവായത്തിൻ്റെ രീതിയിലാണ് PV അൻവർ ആദ്യം മുതൽ തന്നെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെ മുസ്ലിം ലീഗ് നേതാക്കളും അൻവറിനോടും സമാനമായ ഒരു അടുപ്പം ആദ്യം മുതൽ തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അൻവറിനെ ആദ്യമായി UDFന്റെ പാർട്ടി വേദികളിലേക്ക് എത്തിച്ചതും മുസ്ലിം ലീഗ് തന്നെയാണ്. സ്വാഭാവികമായും മുസ്ലിം ലീഗ് നേതൃത്വം എടുക്കുന്ന തീരുമാനത്തിന് മുമ്പിൽ PV അൻവർ വഴങ്ങാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെയെങ്കിൽ നേരത്തെ UDF മുന്നോട്ട് വെച്ചിട്ടുള്ള UDFിലേക്കുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നിൽ പ്രവേശനം, അതുപോലെ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റുകളടക്കമുള്ള മണ്ഡലങ്ങളുടെ വാഗ്ദാനം, ഈ 2 ഉറപ്പിന്മേൽ ഒരുപക്ഷെ PV അൻവർ വഴങ്ങാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. പക്ഷേ അത് അന്തിമ തീരുമാനമുണ്ടാവും ഒരുപക്ഷെ ഈ ലീഗിൻ്റെമായിട്ടുള്ള കൂടിക്കാഴ്ചയിലായിരിക്കും ഒരു നയം രൂപീകരിക്കപ്പെടുക, ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാവുക. സംസ്ഥാന വർക്കിംഗ് സമിതി യോഗത്തിന് ശേഷം മഞ്ചേരിയിൽ 30 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് മഞ്ചേരിയിൽ വെച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന യോഗം നടക്കുന്നുണ്ട്. അതിലായിരിക്കും തീരുമാനമെത്തുക. എന്തായാലും ഇന്നലെ രാത്രി നടന്ന ചർച്ചകളൊക്കെ തന്നെ അൻവർ വഴങ്ങാത്തൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ലീഗിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിനും ഒക്കെ തന്നെ UDFിന്റെ മുതിർന്ന നേതാക്കൾ അൻവറിനെ ഫോണിൽ വിളിക്കുകയും ഇത്തരത്തിലുള്ള ഓഫറുകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലീഗാണ് ഇതിന് മുൻകൈ എടുക്കുന്നത്. ലീഗിന്റെ മധ്യസ്ഥതയിൽ PV അൻവർ വഴങ്ങുമോ എന്നതാണ് ചോദ്യം. PV അൻവറിന്റെ വീട്ടിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റി ചേരുകയാണ്. അതിലെ നേതാക്കളുടെ യോഗം ചേരുകയാണ്. ആ തീരുമാനത്തിനു ശേഷം ഒരുപക്ഷെ നമ്മളതറിയും. PV അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള സാധ്യത നിലവിൽ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല, PV അൻവർ ആയതുകൊണ്ട്. പക്ഷേ UDFിലേക്ക് ഉടൻ തന്നെ PV അൻവറിനെ എടുക്കുന്നു എന്നൊരു പ്രഖ്യാപനം വന്നാൽ പിന്നെ വഴങ്ങാതെ നിവൃത്തിയുമില്ല. ലീഗിൻ്റെ സമ്മർദ്ദത്തിന് അഥവാ ലീഗ് ഇടപെട്ട പ്രശ്നം അവസാനിപ്പിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം.